ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശില്പ വ്ളോഗ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ ബേസിലിക്ക ബൂം ജീസസ് പള്ളിയിൽ പോയതിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു. ആ വീഡിയോസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, അതല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ കിട്ടുകയില്ല. നമ്മൾ ബേസിലിക്ക ബൂം ജീസസ് പള്ളിയിൽ പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കയറിയത്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിന് ഓപ്പോസിറ്റ് തന്നെയാണ്, ആ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ്. അവിടെ നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ നെയ്റോസ്റ്റ് ആയിരുന്നു കഴിച്ചിരുന്നത്. നല്ല വിലയായിരുന്നു കേട്ടോ. നെയ്റോസ്റ്റിന് 180 രൂപയായിരുന്നു അവർ ചാർജ് ഈടാക്കിയിരുന്നത്. പിന്നെ അവിടെ നിന്നൊരു കുപ്പി മിനറൽ വാട്ടറും വാങ്ങിച്ചിരുന്നു. മിനറൽ വാട്ടറിന് 30 റുപ്പീസാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ആ സൈഡിൽ ഇച്ചിരി നല്ല റെസ്റ്റോറൻ്റായിട്ട് തോന്നിയതാണ്. അവിടെ തന്നെ ലിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് സേ കത്തീഡ്രൽ ചർച്ചിലേക്കാണ്. വഴിയോരത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട്, ടോയ്സുകളും ഒക്കെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. സൈഡിലെല്ലാം പാർക്കിംഗ് സൗകര്യമുണ്ട്. പക്ഷേ പാർക്കിംഗ് ഫ്രീ ഒന്നുമല്ല, അവിടെ നമ്മൾ എന്തായാലും ക്യാഷ് അടയ്ക്കണം. വഴിയോരത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി ക്യാഷ് അടയ്ക്കണം. ഇപ്പോൾ സമയം ഏകദേശം 4 മണി അടുപ്പിച്ചായിട്ടുണ്ട്. 4 മണി വരെ അവിടുത്തെ മ്യൂസിയത്തിൽ പ്രവേശനമുണ്ട്. നമുക്കത് കയറാൻ കഴിയുമെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ പോയി നോക്കുക. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെയൊക്കെ. ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ പൊളിഞ്ഞ അവശിഷ്ടങ്ങളുടെ ശിലകളില്ലേ, അതെല്ലാം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊത്തുപണി ചെയ്തിട്ടുള്ള ശില അവശിഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കത്തീഡ്രലിന് 2 ഗോപുരങ്ങളുണ്ടായിരുന്നു. അതിനകത്തൊരു ഗോപുരം 1776 തകർന്നു വീണിരുന്നു. അത് പിന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടില്ല. തകർന്നു വീണ അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നല്ല കൊത്തുപണികളൊക്കെ ഉള്ള ശില അവശിഷ്ടങ്ങളാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഗോവയിലെയും ദമനിലെയും ലാറ്റിൻ സഭയുടെ അതിരൂപതയുടെ കത്തീഡ്രലും ഈസ്റ്റ് ഇന്ത്യൻ്റെ പാത്രിയാർക്കിൻ്റെ ആസ്ഥാനവുമാണിത്. ഇന്ത്യയിലെ ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഗോവയിലെ ലോക പൈതൃക സ്ഥലത്തിൻ്റെയും പള്ളിയുടെയും കോൺവെൻറ്റിൻ്റെയും ഭാഗമാണിത്. ഈ കത്തീഡ്രലിനൊരു ചരിത്രമുണ്ട് കേട്ടോ. പോർച്ചുഗീസുകാർ മുസ്ലിം സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിൻ്റെ സ്മരണയ്ക്കായാണ് സേ കത്തീഡ്രൽ നിർമ്മിച്ചത്. അത് 1510 ഗോവ നഗരം പിടിച്ചടക്കുന്നതിന് കാരണമായി. വിജയദിനം സേ കത്തീഡ്രൽ തിരുനാളായതിനാൽ കത്തീഡ്രൽ അവർക്കായി സമർപ്പിച്ചു. ഇതിന് 2 ഗോപുരങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങളെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അകത്ത് ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡ് അല്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി ഉൾവശം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു. പള്ളിയിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നടക്കുകയാണ്. നല്ല മനോഹരമായ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. പിന്നീട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആർക്കിയോളജിക്കൽ മ്യൂസിയം അടച്ചിരുന്നു. 4 മണി ആയി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നമുക്കവിടെ പ്രവേശനം കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് മടങ്ങുക ചെയ്തു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.